റിപ്പോർട്ടുകൾ വിശദമായി പരിശോധിക്കാം. ഗസയിലെ പുനർനിർമ്മാണവും ഹമാസിന്റെ ഭാവി ഭരണവും ഉൾപ്പെടെ ചർച്ചയാകുന്ന GCC രാജ്യങ്ങളുടെ യോഗം നാളെ ചേരും. സൗദിയിലെ റിയാദിൽ ഗസയുമായി അതിര് പങ്കിടുന്ന ജോർദൻ, ഈജിപ്ത് രാഷ്ട്ര നേതാക്കളും സംബന്ധിക്കും. ട്രംപിന്റെ ഗസ പ്ലാനിൽ അറബ് രാജ്യങ്ങളുടെ ബദലാണ് യോഗത്തിൽ ചർച്ചയാകുന്നത്. സ്വകാര്യ സൗഹൃദ ചർച്ചയായതിനാൽ മാധ്യമങ്ങൾക്ക് നേരിട്ട് പ്രവേശനമുണ്ടാകില്ല. നാളത്തെ യോഗത്തിലെ ധാരണകൾ അടുത്ത മാസം 4-ന് ഈജിപ്തിൽ ചേരുന്ന അറബ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. വിശദമായ വിവരങ്ങൾ റിയാദിൽ നിന്ന് അഫ്താബ് റഹ്മാൻ പങ്കുവയ്ക്കും. നാളെ വൈകിട്ടാണ് അറബ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട യോഗം നടക്കുന്നത്. GCC രാഷ്ട്രങ്ങളുടെ യോഗമാണിത്. ഒപ്പം തന്നെ അതിലേക്ക് പ്രത്യേകമായി 2 ക്ഷണിതാക്കളുണ്ട്. അതിലൊന്ന് ജോർദാനും മറ്റൊന്ന് ഈജിപ്തുമാണ്. ഈ 2 രാജ്യങ്ങളും ഗസയുമായി നേരിട്ട് അതിര് പങ്കിടുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന യോഗത്തിൽ ഗസയുടെ ഭാവിയുമായി ബന്ധപ്പെട്ടും പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചർച്ചകളാണ് നടക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ് നേരത്തെ US-ന്റെ ഗസ വിഷയത്തിലെ നിലപാട് പറഞ്ഞിരുന്നു. അതായത് ഗസക്കാരെ പുറന്തള്ളി അവിടെ പൂർണ്ണമായും മറ്റൊരു മേഖലയാക്കി മാറ്റണം, ഒപ്പം തന്നെ ഗസയിലുള്ള ആളുകളെ സമീപ പ്രദേശങ്ങളിലേക്ക് മാറ്റണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. ആ പദ്ധതിക്കെതിരെ അറബ് രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നിരുന്നു. അങ്ങനെ രംഗത്ത് വന്ന സമയത്ത് ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും സൗദി അറേബ്യയിൽ എത്തുകയും സൗദി അറേബ്യയുമായി വിവിധ ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയുടെ ചർച്ചയ്ക്ക് ശേഷം അവർ പറഞ്ഞത് ട്രംപിന്റെ ഗസ പ്ലാനുമായി ബന്ധപ്പെട്ട് അറബ് രാഷ്ട്രങ്ങളുടെ നിലപാട് ഞങ്ങൾ കേൾക്കും, മാത്രമല്ല അവർക്ക് ബദൽ സമർപ്പിക്കാനുണ്ടെങ്കിൽ അത് സമർപ്പിക്കട്ടെ എന്നൊരു നിലപാടാണ് ട്രംപ് പിന്നീട് എടുക്കുന്നത് കണ്ടത്. അതായത് നേരത്തെ എടുത്ത നിലപാടിൽ നിന്നും അദ്ദേഹം പിറകോട്ട് പോകുന്നതാണ് കണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ നാളെ നടക്കുന്ന യോഗത്തിൽ ഈജിപ്താണ് ഒരു കരട് നിലവിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. 2 കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും പറയുന്നത്. ഒന്ന്, ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ആ പുനർനിർമ്മാണം നടത്തി ഗസക്കാരെ അവിടെ തന്നെ പാർപ്പിക്കണം എന്നുള്ളതാണ് അതിൽ ഒന്നാമതായി പറയുന്നത്. അതിന് അന്താരാഷ്ട്ര സമൂഹത്തിന് പിന്തുണ ഉണ്ടാകണം എന്നുള്ള കാര്യം അത് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിൽ പറയുന്നത് ഗസയുടെ ഭാവിയുമായി ബന്ധപ്പെട്ടാണ്. അതായിരിക്കും ഒരു പക്ഷേ അടുത്ത വെടിനിർത്തൽ ചർച്ചകളെപ്പോലും നിർണായകമായി സ്വാധീനിക്കാൻ ഇടയുള്ള ഒരു ഘടകം. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ പോലും ഇസ്രായേലും US-ഉം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഹമാസ് ഭരണത്തിൽ നിന്നും ഒഴിയണം. 2, ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണം. അതായത് ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് പിൻവാങ്ങണം എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ നിർദ്ദേശം, അതായത് ഹമാസ് പൂർണ്ണമായും ഭരണത്തിൽ നിന്നും പിൻവാങ്ങണം എന്നുള്ള നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ഹമാസ് വക്താവ് കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് സമാധാനത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഗസയിലെ ഭരണം വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവർ ഹമാസ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായ ഒരു നിലപാടായിട്ടാണ് ഇതിലെ മധ്യസ്ഥർ കാണുന്നത്. അതേസമയം തന്നെ ഇസ്രായേലി മാധ്യമങ്ങൾ ഹമാസിന്റെ ഈ പിന്മാറ്റം, ഭരണത്തിൽ നിന്നുള്ള പിന്മാറ്റം വലിയൊരു വെല്ലുവിളിയായിട്ടാണ് കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഏതെങ്കിലും കാരണവശാൽ ഹമാസ് ഭരണത്തിൽ നിന്നും പിന്മാറിയാൽ അത് ഗസക്ക് ഗുണമാണ് ഉണ്ടാക്കുക. കാരണം ഇത്രയും കാലമായി ഹമാസ് ഭരിച്ചത് കാരണമാണ് അവരെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവിടേക്ക് അവശ്യ വസ്തുക്കളും മറ്റും എത്താതെ അവരെ ഉപരോധിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇനി ഹമാസ് ഭരണത്തിൽ നിന്ന് മാറിയാൽ സ്വാഭാവികമായിട്ടും അവിടെ ചുമതല വരിക ഒരു അന്താരാഷ്ട്ര ഏജൻസിക്ക്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോർഡിനേഷൻ കമ്മിറ്റിക്കായിരിക്കും അവിടുത്തെ ചുമതല വരിക. അങ്ങനെ ചുമതല വന്നു കഴിഞ്ഞാൽ ഗസയിലേക്ക് അവശ്യ വസ്തുക്കളും ജനങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കളും മരുന്നുമെല്ലാം എത്തിക്കേണ്ട സാഹചര്യം ആ കമ്മിറ്റിക്കായിരിക്കും, അല്ലെങ്കിൽ ആ ഭരണകൂടത്തിനായിരിക്കും. അങ്ങനെയെങ്കിൽ അതിലൊരു പ്രാതിനിധ്യം മതി എന്നുള്ളതാണ് ഹമാസ് ആ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്. അതേസമയം ഇങ്ങനെ ഹമാസ് പൂർണ്ണമായും ഈ ഭരണം വിട്ടുകൊടുത്താൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന ദുരന്തം ഇസ്രായേൽ മുൻകൂട്ടി കാണുന്നുണ്ട്. അത് അവിടെയുള്ള ഇസ്രായേലിലെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ സൈനിക വക്താക്കളെയും ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലിലെ മാധ്യമങ്ങൾ ഇന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഹമാസ് പൂർണ്ണമായും സിവിലിയൻ ഭരണത്തിലും പിൻവാങ്ങിയാൽ അവർ പിന്നീട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും സൈനികമായിട്ടുള്ള ശക്തി സംഭരിക്കുന്നതിലായിരിക്കും എന്നുള്ളൊരു കാര്യം അതിൽ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഗസയിലെ ചെറുത്തുനിൽപ്പ് കൂടുതൽ ശക്തി പ്രാപിക്കും. മാത്രവുമല്ല അത് ഇസ്രായേലിന് കൂടുതൽ സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുന്ന കാര്യമായിരിക്കും. മാത്രവുമല്ല മറ്റൊരു യുദ്ധം നടന്നാൽ കൂടുതൽ ശക്തിയോടുകൂടി ഹമാസിന് പോരാടാൻ കഴിയുമെന്നുള്ളൊരു കാര്യം ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ഇന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അതിലവർ ഒരു ഉദാഹരണമായി പറയുന്നത്, നേരത്തെ ലെബനോനിൽ ഹിസ്ബുള്ള ചെയ്തതുപോലെ തന്നെ ഭരണത്തിൽ നിന്നും പിൻവാങ്ങി പൂർണ്ണമായും പ്രതിരോധ രംഗത്തേക്ക് ഹമാസ് മാറിക്കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള വെല്ലുവിളി ഇസ്രായേലിനെ സൃഷ്ടിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഈ തരത്തിൽ ഹമാസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു രണ്ട് രൂപത്തിലുള്ള തന്ത്രവും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം തന്നെ
ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മുന്നോട്ട് പോയാൽ പോലും, വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയാൽ പോലും അത് ഗസയുടെ ഒരു വിജയമായിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും ആഘോഷിക്കുക. കാരണം ഏതാണ്ട് 500ഓളം ദിവസം നടന്ന ഈ യുദ്ധത്തിൽ ഇത്രയും ദിവസം ബന്ദികളെ പിടിച്ചു നിർത്താൻ ഹമാസിനായി എന്നുള്ളത് വലിയ തോൽവിയായിട്ടാണ് ഇസ്രായേലിലെ സൈനിക നേതാക്കൾ തന്നെ കണക്ക് കൂട്ടുന്നത്. ആ നിലക്ക് ഈ ഒരു സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞ് ഹമാസ് പൂർണ്ണമായും പ്രതിരോധ രംഗത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അത് വെല്ലുവിളി സൃഷ്ടിക്കുമെന്നുള്ള കാര്യവും നെതന്യാഹുവിനെയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇന്ന് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം അടുത്തയാഴ്ച നടക്കാൻ പോകുന്ന ഒരു പ്രകടനവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഗസക്കാരെ പൂർണ്ണമായും അവിടെ നിന്നും പുറന്തള്ളണം, ആ മേഖല നമ്മൾ ഏറ്റെടുക്കണം, അവിടെ കുടിയേറ്റ സ്ഥലങ്ങൾ സ്ഥാപിക്കണം എന്നുള്ളതാണ് ഇസ്രായേലിലെ തീവ്ര ജൂത വിഭാഗക്കാരുടെ ഒരു പ്രസ്താവനയായി ഇന്ന് വൈകുന്നേരം വന്നിട്ടുള്ളത്. ഇതെല്ലാം നാളെ നടക്കുന്ന യോഗത്തിൽ സ്വാഭാവികമായിട്ടും ചർച്ചയാകും. കാരണം ഇത് കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അതേസമയം തന്നെ വെടിനിർത്തലിലേക്ക് പൂർണ്ണമായും സമാധാനം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഹമാസ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രസ്താവനയിൽ നിന്നും അവർ വ്യക്തമാക്കുന്നത്. കാരണം ഭരണം വിട്ടുകൊടുക്കാൻ വരെ ഹമാസ് തയ്യാറാവുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള മുന്നോട്ട് പോക്ക് ഒരുപക്ഷെ ഇനി നടക്കാനിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ഉണ്ടാകും. ഒപ്പം തന്നെ ഗസയുടെ ഭാവി പിന്നീട് സ്വാഭാവികമായിട്ടും മറ്റു അറബ് രാഷ്ട്രങ്ങൾ കൂടി ബാധ്യതയായി വരുമെന്നുള്ളൊരു സ്ഥിതി കൂടി വരാനിരിക്കുന്നു. ഈ തരത്തിൽ നിർണായകമായ ചർച്ചകളായിരിക്കും നാളെ നടക്കുക. നാളെ നടക്കുന്ന യോഗത്തിന് ശേഷം ഈ മാസം 27-ന് നടക്കേണ്ട ചർച്ചയാണ് ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്നത്. നാളെ നടക്കുന്ന യോഗത്തിന് ശേഷം ഈജിപ്തിൽ ഈ മാർച്ച് 4-ാം തീയതി ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അത് മുഴുവൻ അറബ് രാജ്യങ്ങളുടേതുമാണ്. അതിൽ ഈ നാളെ നടക്കുന്ന യോഗത്തിലെ ചർച്ചകൾ, വിശദാംശങ്ങൾ അതിൽ സമർപ്പിക്കും. മാത്രമല്ല നാളെ നടക്കുന്ന യോഗത്തിൽ അറബ് രാജ്യങ്ങളുടെ പ്ലാൻ എന്താണ് എന്നുള്ളത് അവരുടെ US-നെയും ഒപ്പം തന്നെ അറബ് രാജ്യങ്ങൾ അറിയിക്കുകയും ചെയ്യും. ഈ തരത്തിൽ ഗസയുടെ ഭാവി ഭരണവുമായി ബന്ധപ്പെട്ട്, ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളായിരിക്കും നാളെ നടക്കുക. ഏതെല്ലാം രാഷ്ട്രത്തലവന്മാർ ഇതിൽ പങ്കെടുക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ GCC രാജ്യങ്ങളുടെ ഏതെല്ലാം ആളുകളായിരിക്കും നാളെ പങ്കെടുക്കുക എന്നുള്ളത് നാളെ രാവിലെയേ വ്യക്തമാവുകയുള്ളൂ. നാളെ വൈകിട്ടാണ് യോഗം ചേരുക എന്നാണ് നിലവിലുള്ള നമുക്ക് ലഭിക്കുന്ന മന്ത്രാലയത്തിൽ നിന്നുള്ള വിവരം. ഒരുപക്ഷെ അതിൽ കൂടുതൽ വ്യക്തമായ ചിത്രം നാളെ രാവിലെ ലഭ്യമാകും. ഏതായിരുന്നാലും ഗസയെ സംബന്ധിച്ചും ട്രംപിന്റെ പ്ലാനിനെതിരായിട്ടുള്ള അറബ് രാഷ്ട്രങ്ങളുടെ ഒരു ഫോർമുല രൂപീകരിക്കുന്നതിനാണ് നാളെ യോഗം ചേരുന്നത്. അതിൽ ഹമാസിന്റെ തുടർഭരണം, ഒപ്പം തന്നെ ഗസയുടെ പുനർനിർമ്മാണം, ഈ വിഷയങ്ങളായിരിക്കും സ്വാഭാവികമായും ചർച്ചയാവുക.